ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരൻ റെസിപ്പിയാണ്, ക്യാബേജ് തോരൻ. നമുക്ക് എല്ലാവർക്കും തന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള റെസിപ്പി ഇന്ന് പരിചയപ്പെടുത്താം. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ് 250 ഗ്രാം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. തേങ്ങ ചുരണ്ടിയെടുത്തത് അരമുറി, സവോള ഒരെണ്ണം മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 6-7 എണ്ണം, പച്ചമുളക് 4 എണ്ണം വട്ടത്തിലരിഞ്ഞത്, 2 ഉണക്കമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് അതിലെ വെള്ളം റിമൂവ് ചെയ്യണം. അതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ തോരനാക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചുരണ്ടിയത് ചേർക്കാം. ഞാനൊരു വലിയ മുറി തേങ്ങ ചുരണ്ടിയതാണ് ചേർക്കുന്നത്. ക്യാബേജ് തോരന് കുറച്ച് തേങ്ങ കൂടുതലുണ്ടായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വേണം ചേർക്കാൻ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ക്യാബേജിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി തീർന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഈ ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉഴുന്നുപരിപ്പ് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. ഇതെല്ലാം ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് പോലത്തെ പച്ചക്കറികൾ നമ്മൾ അധിക സമയം കുക്ക് ചെയ്ത് അതിൻ്റെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ആവി കയറി ഒന്ന് സോഫ്റ്റായി വന്നേച്ചാൽ മതി. മൂടി വെച്ചിട്ട് അധിക സമയമൊന്നും വേണ്ട. ലോ ഹീറ്റിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവി കയറി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്തത് കൊണ്ട് ആവി തട്ടി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ലോ ഹീറ്റിൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതിനെ വെച്ചിരിക്കാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ വേണം ക്യാബേജ് തോരൻ റെഡിയാക്കി എടുക്കാൻ. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ആവശ്യമാണെങ്കിൽ അല്പം ഉപ്പൊന്ന് വിതറി കൊടുക്കാം. നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
സിമ്പിളായിട്ടുള്ള ഈ ക്യാബേജ് തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടും. താങ്ക്